ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് തിരക്കാണ്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ പേർക്കൊക്കെ വാട്സപ്പിലൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അൽഹംദുലില്ലാ ഞാനൊരു പുതിയൊരു ബിസിനസ് ചെയ്യാനുള്ള ഒരു ഒരുക്കങ്ങളായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ ക്ലോത്തിങ് ബ്രാൻഡാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ കുറച്ച് റെഡിമെയ്ഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ എൻ്റെ സ്വന്തം ബ്രാൻഡ് എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു സ്വപ്നം. അപ്പോൾ അതിലേക്കൊക്കെ എത്തണം. ഞാൻ ആഗ്രഹിക്കുന്ന മോഡൽ ഡ്രസ്സുകളൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റണം. അപ്പോൾ ദുആ ചെയ്യുക. ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിനു മുൻപ് നമ്മളങ്ങനെ ഓൺലൈനിൽ പോട്ട്സും സെറാമിക് പോട്ട്സും പിന്നെ ചെടികളും അങ്ങനെയൊക്കെ കുറേയൊക്കെ ഓൺലൈനിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ അതിൽ എന്താ പറയുക, എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അന്ന് വോളിയോമെട്രിക് ചാർജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോക്സിൻ്റെ സൈസ് വലുതാവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങനൊരു പ്രശ്നം വന്നു. വോളിയോമെട്രിക് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ കൊറിയർ ചാർജ് കൂടുതലായി കഴിഞ്ഞപ്പോഴാണ് ഞാനത് അങ്ങനെ പതുക്കെ സ്റ്റോപ്പ് ചെയ്തത്. വാങ്ങുന്നവർക്ക് ആ ഒരു കൊറിയർ ചാർജ് കൊടുക്കൽ നഷ്ടമായിട്ടുള്ള ആ ഒരു രീതിയിലാണ് ആ ഒരു ചാർജ് ഉണ്ടായിരുന്നത്. അപ്പോഴേ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചതാണ്, ഇത് ക്ലോത്ത് ആണെങ്കിൽ എനിക്കിഷ്ടമാണ്, അപ്പോൾ ക്ലോത്ത് ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിരുന്നു എന്നുള്ളത്. അൽഹംദുലില്ലാ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോഡസ്റ്റ് വെയർ ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അബായ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ കുറേ കഫ്താൻ മോഡൽ ഡ്രസ്സും പിന്നെ നല്ല ലെങ്തി ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. പിന്നെ പ്രൈഡ് ഡ്രസ്സാണുള്ളത്. ഇൻഷാ അള്ളാ പ്രീമിയം ക്വാളിറ്റിയിലുള്ള പ്രൈഡ് ഡ്രസ്സൊക്കെയാണ് ഞാൻ മനസ്സിൽ കരുതിയിരിക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ അഫോർഡബിളായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ആ രീതിയിലും പ്രീമിയം ക്വാളിറ്റി ആഗ്രഹിക്കുന്നവർക്ക് ആ രീതിയിലും ചെയ്യണമെന്നാണ്. അപ്പോൾ ഇൻഷാ അള്ളാ എല്ലാവരും ദുആ ചെയ്യാം. പിന്നെ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്. അപ്പോൾ ഡ്രസ്സുകൾ എടുക്കാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഇതിന് മുൻപ് എനിക്ക് എന്താ പറയുക, ഓൺലൈനിൽ ബിസിനസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം. ഞാൻ ഫസ്റ്റ് പോട്ട്സിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ചെടികൾക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഫില്ലായി, 2ആയി, 3ആയി, 4ആയി. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു തരത്തിലേക്കായി. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒരു ഗ്രൂപ്പ് ഞാൻ ഒന്ന് മാനേജ് ചെയ്ത് നോക്കട്ടെ, അതിനുശേഷം നെക്സ്റ്റ്. അപ്പോൾ ഇൻഷാ അള്ളാ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കുക. പിന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് മോട്ടിവേഷനെ കുറിച്ചും അതും ഇതൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞത് തന്നെ വീണ്ടും പറയാം, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഫ്യൂച്ചറിലും എൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ വരുന്നു അതെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. എൻ്റെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ ചെറിയ തുടക്കമാണിത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ആ ഒരു 2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 ഓഡിയോയാണ്. ഇതിൽ ഞാൻ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതെൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ തനിയെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. അത് നമ്മളങ്ങനെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നൊന്നും വിചാരിച്ചാൽ ചിലപ്പോൾ അതങ്ങനെ നടക്കണമെന്നില്ല, അത്രയൊരു ഫീലും വരണമെന്നില്ല. അപ്പോൾ മുൻപ് പറഞ്ഞിരുന്നു, എനിക്ക് ഒരു വരുമാനം എന്ന് പറയുന്നത് ഇപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് മക്കളെ നോക്കാനും ജീവിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം റബ്ബ് തന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ ദുനിയാവിൽ ചെയ്യണം എന്നുള്ളത്. കുറച്ച് ആളുകൾക്കൊക്കെ റെസ്റ്റ് എടുക്കാനും പീസ്ഫുള്ളായിട്ട് ജീവിക്കാനുമാണ് ആഗ്രഹം. കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ക്രിയേറ്റീവായിട്ട് ആക്റ്റീവായിട്ടിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. എല്ലാവരും പരിശ്രമിക്കുക. രണ്ടും നല്ല രസമുള്ളൊരു കാര്യം തന്നെയാണ്. ആക്റ്റീവായിട്ടിരിക്കണം എന്നുള്ളവർ പരിശ്രമിക്കുക. വലിയ മോട്ടിവേഷൻ തരാൻ ഞാൻ വലിയ ആളൊന്നുമല്ല, കാരണം ഞാനിപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും.
സക്സസ് ആയില്ലെങ്കിലും അൽഹംദുലില്ലാ, സക്സസ് ആയാലും അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യാം. പിന്നെ ഇൻഷാ അല്ലാ തീർച്ചയായും എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേര്, മിക്കവാറും എല്ലാവരും തന്നെ, എല്ലാവർക്കും സെയിം പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. കൺസിസ്റ്റൻ്റായിട്ട് നമുക്കങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം. എൻ്റെയും പ്രശ്നം അത് തന്നെയാണ്, കൺസിസ്റ്റൻസി, അത് കീപ്പ് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളത്. എൻ്റെ ഒരു എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്, നമ്മൾ നമ്മുടെ ശരീരത്തിനെയും ആത്മാവിനെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു എനർജി, നമ്മൾ പലരിലും കണ്ടിട്ട് കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു സംഭവമാണ് എനർജി എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം, നല്ല ഉറക്കം, നല്ല വ്യായാമം, അത് ശരീരത്തിന് വേണ്ടതാണ്. ആത്മാവിന് വേണ്ടത് പ്രാർത്ഥനയാണ്, മെഡിറ്റേഷനാണ്. ഇത് രണ്ടും, ഈ ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ ട്രീറ്റ് ചെയ്താലാണ് നമുക്ക് നല്ല ഊർജ്ജത്തോട് കൂടിയിട്ട്, നല്ല എനർജിയോട് കൂടിയിട്ട്, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യുക. അതിങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും, വീണ്ടും കൂട്ടിയെടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അല്ലാതെ എല്ലാവരും എല്ലാം തികഞ്ഞ മനുഷ്യരല്ല. അതുകൊണ്ട് തന്നെ ഡൗൺ ആയിരിക്കുന്നവർക്ക് അവിടെ തീർന്നു എന്ന് വിചാരിക്കേണ്ട. നമ്മൾ ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ശരീരത്തെയും ആത്മാവിനെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, ആഗ്രഹിക്കുന്നവർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കാം. ഡൗൺ ആയിക്കോട്ടെ, വീണ്ടും പരിശ്രമിക്കുക. ഇത്രയാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇതെന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരുപാട് പേര് എനിക്ക് നമ്മൾ മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് അവർ കരഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാവരും തന്നെ അവർ കരഞ്ഞ കാര്യമാണ് പറയുന്നത്. അതിനർത്ഥം എല്ലാവർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്, എല്ലാവരും അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് കേട്ടവർ മിക്കവാറും എല്ലാവരും തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നെ 2 പേര് അത് കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ 2 പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. അവർ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓഡിയോ കേട്ടിട്ട് അവർ ഒരുപാട് കരഞ്ഞ് അവർ അർഹരാണോ എന്ന് റബ്ബിനോട് ചോദിച്ചുകൊണ്ട് ഭയങ്കര വിഷമത്തോടു കൂടി അവരിങ്ങനെ സ്വലാത്തൊക്കെ ചൊല്ലി ഇബാദത്തുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ എന്നാലും അവർക്കൊരു സംശയമാണ് കാണാൻ പറ്റുമോ എന്നുള്ളത്. അൽഹംദുലില്ലാ, അവർ 2 പേരും പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് തന്നെ കൊതിയായി. അത്ര മനോഹരമായിട്ടാണ് അവർ സ്വപ്നം കണ്ടേക്കുന്നത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ, അപ്പോൾ അവർ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കും അതിലൊരു വിശ്വാസം വരാണ് ഇത് സാധ്യമാവും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നവർ ഒരിക്കലും നിർത്തരുത്, അനുഭവിച്ചറിയണം. എന്തായാലും എല്ലാവർക്കും അത് സാധിക്കട്ടെ. അവർ സ്വപ്നം കണ്ട രീതിയൊക്കെ കേട്ടപ്പോൾ എനിക്ക് തന്നെ കൊതിയായി ശരിക്കും ആ രീതിയിലൊക്കെ കാണാൻ. അപ്പോൾ എല്ലാവരും പല രീതിയിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ ആഗ്രഹിച്ചാൽ നടക്കും. എല്ലാ കാര്യവും ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിർത്തരുത്, പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുക. പിന്നെ മാക്സിമം ഫോൺ എന്ന് പറയുന്നത്, ഞാനെല്ലാം എന്നെയും ഉൾപ്പെടുത്തി തന്നെയാണ് പറയുന്നത്. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ വെച്ചാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റായി പോകും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ട്രൈ ചെയ്യുക. എന്നെ നോക്കണ്ട, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒരാളെ നമുക്ക് റോൾ മോഡലാക്കാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട. നമുക്ക് പറ്റുന്നത്, നമ്മളെല്ലാവരും യൂണീക്കാണ്. അപ്പോൾ നമുക്ക് പറ്റുന്നത് എന്താണോ ആ രീതിയിൽ ചിന്തിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ചിന്തിക്കേണ്ട, എന്നെ ഇതാക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ ഡൗൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺ ആവരുത്. അതുകൊണ്ടാണ് എല്ലാവരും അടുത്ത ആളേക്കാൾ മുന്നേറാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കുറച്ചെങ്കിലൊക്കെ ആർക്കെങ്കിലൊക്കെ ഒരു എനർജി കിട്ടിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ്, ഒരുപാട് പേര് കാത്തിരിക്കുകയാണ്. വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്കൊരു പ്രചോദനമാണ്, അവർക്കൊരു എനർജിയാണ്.
എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.